ഇന്ന് ഈസ്റ്റർ ഡേയിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ വ്ളോഗാണ് കേട്ടോ. ഗസ്റ്റുകളൊന്നും ഇല്ലായിരുന്നു, നമ്മൾ ഫാമിലി മെമ്പേഴ്സ് മാത്രം ഉണ്ടായിരുന്നുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് പാലപ്പോ ഒരു തട്ടിക്കൂട്ട് ഇറച്ചിക്കറിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. തട്ടിക്കൂട്ട് എന്നൊക്കെ പറഞ്ഞാലും പാലപ്പം വളരെ സൂപ്പറായിരുന്നു കേട്ടോ. ഫ്ലഫിയും സ്മൂത്തും ആയിരുന്നു. അതുപോലെ തന്നെ ഇറച്ചിക്കറി ആണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പാലപ്പത്തിൻ്റെയും ഇറച്ചിക്കറിയുടെയും റെസിപ്പിയാണിത്. വ്യത്യാസമുണ്ട്, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല. സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതുവരെയും പാലപ്പം റെഡിയായിട്ടില്ല എന്നൊക്കെ പറയുന്നവർക്ക് പറ്റിയ, പാലപ്പം ഉണ്ടാക്കാൻ മടിയാണെന്ന് പറയുന്നവർക്കൊക്കെ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിലോട്ട് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഈ പാലപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് അല്ലെങ്കിൽ 2 ഗ്ലാസ് പച്ചരി, 4 മണിക്കൂർ മിനിമം 4 മണിക്കൂർ കുതിർത്തത്, 2 ഗ്ലാസ് തേങ്ങ ചിരകിയത്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ്. ഈസ്റ്റ് നല്ല അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ എടുക്കാം. നല്ല ഈസ്റ്റ് ആണെങ്കിൽ 1 ടീസ്പൂൺ മതി. അപ്പോൾ നമ്മൾ കുതിർത്ത അരിയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ അരി ഈ മിക്സിയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കപ്പി കാച്ചാനായിട്ടാണ്. അപ്പം നമ്മൾ മാറ്റി വെച്ച ആ 2 ടേബിൾ സ്പൂൺ നന്നായിട്ടൊന്ന് മിക്സിക്കകത്ത് അരച്ചുകൊണ്ട് വരിക. അതൊരു ചെറിയ സോസ് പാനിലോട്ട് എടുത്തിട്ട് ഒരു 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ മാവ് അടുപ്പത്ത് വെച്ച് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ വിടാതെ ഇളക്കണം, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ കുറുകി വരുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിന് നമ്മൾ കപ്പി കാച്ചുക എന്നാണല്ലോ പറയുന്നത്. ഇനി അത് തണുക്കാനായിട്ട് വെക്കുക. ഒരു അരമണിക്കൂർ തണുക്കണം കേട്ടോ. പെട്ടെന്ന് നിങ്ങൾക്ക് മാവ് ഉണ്ടാക്കണമെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങയും പഞ്ചസാരയും ഈസ്റ്റും കുറച്ച് വെള്ളം ചേർത്ത് മിക്സിക്കകത്ത് നല്ലപോലെ അരയ്ക്കണം. നന്നായിട്ട് അരയണം. പിന്നെ അതേ മിക്സിയിൽ നമ്മുടെ അരിയിട്ട് അതും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ തേങ്ങ അരയ്ക്കുമ്പോഴും അരി അരയ്ക്കുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മിനിമം വെള്ളമേ ചേർക്കാവുള്ളൂ. അത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയുള്ള വെള്ളം. ഒരുപാട് വെള്ളം ചേർത്ത് ഡൗ ഒത്തിരി അങ്ങ് ലൂസായിട്ട് പോകരുത്. ഇനി നമ്മുടെ കപ്പി കാച്ചിയത് അതും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് സമയമെടുത്ത് യൂണിഫോമായിട്ട് മിക്സ് ചെയ്യുന്നിടം വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളിത് ഓവർ നൈറ്റ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കും. 8 to 10 hours വേണം. 8 തൊട്ട് 10 മണിക്കൂർ വരെ നമ്മളിത് റൈസ് ചെയ്യാനായിട്ട് വെക്കണം. ഓവർ നൈറ്റ് രാത്രി മൊത്തം വെക്കുന്നതായിരിക്കും നല്ലത്. ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണല്ലോ. അപ്പം ഇപ്പം രാവിലെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 1.5 ടീസ്പൂൺ ഉപ്പിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മൾ പാലപ്പം ചുട്ടെടുക്കാം. നോൺ സ്റ്റിക്ക് പാലപ്പച്ചട്ടിയാണെങ്കിൽ നന്നായിട്ട് അത് ഉണ്ടായി വരും. നമ്മുടെ പാലപ്പം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. 1.5 തവി മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് കറക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. ഹൈയും ലോ ഫ്ലെയിമിൽ പറ്റത്തില്ല. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ നമ്മുടെ സൂപ്പർ ഫ്ലഫി ആൻഡ് സ്മൂത്ത് പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി 2 തക്കാളിക്ക, 2 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കുകയാണ്. നമുക്ക് ഗ്രേവി തിക്കായിട്ട് വേണമല്ലോ. പാലപ്പത്തിന് ചാറുണ്ടെങ്കിലല്ലേ കഴിക്കാൻ നല്ല. അതുകൊണ്ടാണ് ഇതെല്ലാം അരയ്ക്കുന്നത്. അതിലേക്ക് നമ്മൾ 6 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് 4 സവാള അരിഞ്ഞതും കുറേ കറിവേപ്പിലയാണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പാൻ ചൂടായി 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇടണം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/4 തേങ്ങയുടെ തേങ്ങാക്കൊത്ത് അതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇന്നത്തെ ചിക്കൻ കറിയുടെ പ്രത്യേകതയാണ് ഈ തേങ്ങാക്കൊത്ത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
സവാള ഇത്ര ഉള്ളതുകൊണ്ട് എളുപ്പം അത് വഴന്നു വരത്തില്ല. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്നത്, നമുക്ക് ഈ കറിക്ക് വേണ്ടത്ര ഉപ്പ് ഇപ്പം തന്നെ അങ്ങ് ചേർക്കാം. അപ്പോൾ 1.5 കിലോ ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അത്ര ഉപ്പ് ഇപ്പം തന്നെ ഇട്ടു. അതുകൊണ്ട് സവാള പെട്ടെന്ന് വഴന്നു വരും. 5 മിനിറ്റ് കൊണ്ട് സവാള വഴന്നു വന്നിട്ടുണ്ട്. ഒത്തിരി ധൃതി പിടിക്കല്ല, സവാള നന്നായിട്ട് വഴന്നു വന്നാലേ കറിക്ക് ടേസ്റ്റ് കാണുകയുള്ളൂ. ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പ് നന്നായിട്ട് മൂത്ത് എണ്ണ തെളിയുന്നിടം വരെ അത് ഇളക്കി കൊടുക്കണം. അതിനും ഒരു 10 മിനിറ്റ് എടുക്കും. ഇപ്പം ഇത് നന്നായിട്ട് വഴന്ന് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയ്ക്ക് നല്ല സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പൈസസ് ആഡ് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്തിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന ഇറച്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് വഴറ്റണം. ഇറച്ചിയെല്ലാം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആ മിക്സി കഴുകിയ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് പിന്നെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് അരമണിക്കൂർ വേവിക്കണം. ഈ അരമണിക്കൂറിനകത്ത് ഒരു 2-3 പ്രാവശ്യം തുറന്ന് അതൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് വെള്ളമെല്ലാം വറ്റിപ്പോയി കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്ത് ചാറെല്ലാം കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ചാറ് അഥവാ കുറുകിപ്പോയി കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം, ഇത് രണ്ടും ചേർക്കാം. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ ഈ കറി ഒന്ന് കൂട്ടി കഴിച്ചു നോക്കാം. പാലപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം ഈ റെസിപ്പി. ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. കൂടാതെ ഗാർഡൻ ടിപ്സും ബ്യൂട്ടി ടിപ്സും എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.